SDPI ഡീൽ വിവാദങ്ങൾക്കിടെ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന് ആവർത്തിച്ച നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി. ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല. SDPI പിന്തുണയിൽ ഇനി പ്രതികരണത്തിനില്ല. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഇന്നലെയും ഒരു വിഷയം വിവാദം വയ്ക്കുന്നത് SDPI ആണ്. അതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതിനെപ്പറ്റി ചർച്ചയില്ല. പൂർണ്ണമായിട്ട് എല്ലാ വിഭാഗത്തിനെയും പിന്തുണ നിയമത്തുണ്ട്. നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയ ആകുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്താൻ പറ്റുമോ? ആരുടെയും പിന്തുണ വേണ്ടെന്ന് പറയില്ല. അതല്ലേ മതിയാവൂല്ലോ രാവിലെ. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരിമോഹൻ, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്താൻ കഴിയുമോ? SDPI അടക്കം എന്നുള്ളതാണോ അദ്ദേഹം സൂചിപ്പിക്കുന്നത്? മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. മുഖ്യമന്ത്രി ഇതുവരെയും അതിൽ അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല. മധു, തീർച്ചയായിട്ടും SDPI വിവാദം നേമത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് BJP. ആ സമയത്താണ് ശിവൻകുട്ടിയുടെ ഈ പ്രതികരണം വരുന്നത്. അതായത് മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമായി, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് ശിവൻകുട്ടി ഉദ്ദേശിക്കുന്നത് ഈ SDPI പിന്തുണ തേടിയിട്ടില്ല എന്നുള്ള, അതായത് നേമത്ത് തേടിയിട്ടില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. അതായത് SDPI തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു നേമത്ത് പ്രാദേശിക പിന്തുണ ശിവൻകുട്ടി തേടിയിരുന്നു എന്നുള്ളത്. അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ SDPIയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശിവൻകുട്ടി കൃത്യമായി പ്രതികരണം നടത്തി വന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇനി ഒരു പ്രതികരണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ SDPI വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ല എന്നുള്ളത് കൂടിയാണ് ശിവൻകുട്ടി പറഞ്ഞത്. അതായത് കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കാൻ സ്ഥാനാർത്ഥിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SDPIയുടെ പിന്തുണ നേരിട്ട് തേടിയിട്ടില്ല, മറിച്ച് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും തങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അത് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതേ കാര്യങ്ങളൊക്കെ തന്നെ ആവർത്തിക്കുകയാണ് ശിവൻകുട്ടി. അതായത് തനിക്ക് ആരോടും വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ശിവൻകുട്ടി പറയുന്നത്. അതേസമയം തന്നെ SDPIയിൽ നിന്ന് വോട്ട് തേടിയിട്ടുണ്ട് എന്നുള്ള ആരോപണം, പ്രാദേശികമായി വോട്ട് തേടിയിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിൽ ഇതേവരെ കൃത്യമായൊരു മറുപടി ശിവൻകുട്ടിയിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പിന്തുണ ആരോപണത്തിൽ വലിയ വിവാദം കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ ഈ വിഷയത്തിൽ 12-ഓടുകൂടി ഒരു വാർത്താ സമ്മേളനം അടക്കം വിളിച്ചിട്ടുണ്ട്. നേമത്തെ സ്ഥാനാർത്ഥി കൂടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ കൂടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് നേമത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധു, ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. നേമത്ത് ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന് ആവർത്തിക്കുകയാണ് വി ശിവൻകുട്ടി. മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്നും അദ്ദേഹം പറയുന്നു. പിന്നെ രാവിലത്തേക്കായല്ലോ എന്നും.